എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്, MAHE ഡെന്റൽ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസ്റ്റഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം പല്ലുകൾ നഷ്ടപ്പെട്ടാൽ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് വഴി അത് എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ആയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സാധാരണ പല്ലിൻ്റെ ഘടന നോക്കാം. ഇതിൽ നമുക്ക് വായിൻ്റെ അകത്ത് കാണുന്ന ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ കാണുന്ന ഈ ഏരിയ ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് മോണ. വായിൻ്റെ അകത്ത് കാണുന്ന ക്രൗണും പിന്നെ എല്ലിൻ്റെ അകത്ത് കാണുന്ന ഭാഗമാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ ക്രൗണിൻ്റെ കൂടെ ഈ വേര് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. മുൻകാലങ്ങളിൽ നമ്മൾ പല്ല് നഷ്ടപ്പെട്ടാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് നമ്മൾ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പല്ലെടുത്ത ഭാഗത്തിൻ്റെ അടുത്തുള്ള പല്ലുകൾ രാഗി ചെറുതാക്കി അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്? നമ്മൾ സാധാരണഗതിയിൽ ഈ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഈ രാഗി ചെറുതാക്കുന്ന പല്ലുകൾക്ക് കാലക്രമേണ കേടുവരാൻ സാധ്യതയുണ്ട്. പിന്നീട് അതിന് വേരിൻ്റെ ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇംപ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള ടൈറ്റേനിയത്തിൻ്റെ ഒരു വേര് നമ്മൾ എല്ലിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലെ പല്ല് പിടിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെ തരം പേഷ്യൻസിൽ നമുക്ക് ഇംപ്ലാന്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ അസ്ഥിയുടെ വളർച്ച ഏകദേശം ഒരു 18 വർഷം 20 വയസ്സാകുമ്പോഴാണ് തീരുന്നത്. അപ്പോൾ 18 മുതൽ 20 വർഷത്തിന് മേലെ എല്ലാവർക്കും നമുക്ക് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് സേഫായിട്ട് ചെയ്യാൻ സാധിക്കും. മേലത്തെ പ്രായപരിധി എത്ര എന്നില്ല 80, 90 വയസ്സ് 100 വയസ്സിലൊക്കെ പേഷ്യൻസ് നമ്മൾ ഇംപ്ലാന്റ്സ് സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇംപ്ലാന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ വരാൻ സാധിക്കുന്ന കേസസ് 1-2 കേസസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾ, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ 3 മാസത്തെ ബ്ലഡ് ലെവൽ നോക്കണം. HbA1c ലെവൽ ചെക്ക് ചെയ്തിട്ട് അത് ഒരു 8-ന് താഴെയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്യാൻസർ പോലത്തെ പേഷ്യൻസിന് റേഡിയേഷൻ നൽകിയിട്ടുള്ള പേഷ്യൻസിന് ഇംപ്ലാന്റ്സ് സാധാരണ നമ്മൾ ചെയ്യാറില്ല. ബാക്കിയൊക്കെ ഒരു 90% കേസസിലും നമുക്ക് ഇംപ്ലാന്റ്സ് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയം, ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ പെയിൻഫുൾ ആയിരിക്കുമോ, വേദന ഉണ്ടാവുമോ, എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ, ടോക്സിക് ആവുമോ എന്നൊക്കെയാണ്. വളരെ സേഫായിട്ട് നമ്മൾ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് ചെയ്തു വരുന്നുണ്ട്. അതിനിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കൽ അനസ്തീഷ്യ തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പല്ലെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന അനസ്തീഷ്യ തന്നെയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 90% കേസസും നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ MAHE ഡെൻ്റൽ കോളേജിൽ നമ്മളിപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് ഇംപ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക.